വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാർ ഇന്ന് ചുമതലയേൽക്കും. വകുപ്പുകൾ നൽകിയതോടെ എത്രയും വേഗം ചുമതല ഏറ്റെടുക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം. 100 ദിവസത്തെ കർമ്മ പദ്ധതി സാക്ഷാത്കരിക്കാൻ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കണമെന്നും മന്ത്രിമാരെ അറിയിച്ചിട്ടുണ്ട്. വകുപ്പ് പ്രഖ്യാപനത്തിനു പിന്നാലെ സർബാനന്ദ സോനോവാൾ ഇന്നലെ തുറമുഖ വകുപ്പിന്റെ ചുമതലയേറ്റു. അതത് വകുപ്പിന്റെ ക്യാബിനറ്റ് മന്ത്രിമാർ ചുമതലയേറ്റതിന് ശേഷമാകും സഹമന്ത്രിമാർ ചുമതലയേൽക്കുക. കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇന്ന് തന്നെ ചുമതലയേൽക്കാനാണ് സാധ്യത. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഈ മാസം 18-ന് ചേരുമെന്നാണ് വിവരം. 7 മുൻ മുഖ്യമന്ത്രിമാരാണ് ഇത്തവണ കേന്ദ്ര മന്ത്രിസഭയിലുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ HD കുമാരസ്വാമി വരെ. ഭരണകാര്യത്തിലെ പരിചയസമ്പത്ത് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനത്തിന് ഗുണം ചെയ്യും എന്നാണ് കണക്കുകൂട്ടൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വർഷങ്ങളോളം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. മന്ത്രിസഭയിൽ രണ്ടാമനായ രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ടുണ്ട്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ, അസം മുൻ മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ, ബീഹാർ മുൻ മുഖ്യമന്ത്രിയും ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച നേതാവുമായ ജിതൻ റാം മാഞ്ചി, കർണാടക മുൻ മുഖ്യമന്ത്രിയും JDS നേതാവുമായ HD കുമാരസ്വാമി എന്നിവരും ഇത്തവണ കേന്ദ്ര മന്ത്രിസഭയിലുണ്ട്. പരിചയസമ്പന്നരും പുതുമുഖങ്ങളും നിറഞ്ഞ മോദി മന്ത്രിസഭയിൽ കൂടുതൽ മുൻ മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടുത്തിയത് ശ്രദ്ധേയമാണ്. ക്യാബിനറ്റ് പദവിയോടെയാണ് മന്ത്രിസഭയിൽ കുമാരസ്വാമിയെയും ജിതൻ റാം മാഞ്ചിയെയും ഉൾപ്പെടുത്തിയത്. മന്ത്രിസഭയിലെ സുപ്രധാന വകുപ്പുകൾ കൈയാളുന്നത് BJP മുൻ മുഖ്യമന്ത്രിമാരാണ്. ജിതൻ റാം മാഞ്ചി ചെറുകിട വ്യവസായ വകുപ്പും HD കുമാരസ്വാമി ഉരുക്ക് ഘനവ്യവസായ മന്ത്രാലയവും കൈകാര്യം ചെയ്യും. മന്ത്രിസഭയിലെ ജനകീയ മുഖം ശിവരാജ് സിംഗ് ചൗഹാനാണ് സുപ്രധാനമായ കൃഷിവകുപ്പ് നൽകിയിരിക്കുന്നത്. രണ്ടാം മോദി സർക്കാരിന് ഏറ്റവും വെല്ലുവിളിയുയർത്തിയ കർഷക സമരം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും തുടരുന്നതാണ് ശിവരാജ് സിംഗ് ചൗഹാന് മുന്നിലെ പ്രധാന വെല്ലുവിളി. 24 ഡൽഹി. മക്കൾ രാഷ്ട്രീയത്തെ എതിർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വന്തം മന്ത്രിസഭ തന്നെ വെല്ലുവിളി. 71 പേർ അടങ്ങുന്ന മോദി മന്ത്രിസഭയിൽ 15 പേരും മക്കൾ രാഷ്ട്രീയത്തിലൂടെ വന്നവർ. HD ദേവഗൌഡയുടെ മകനും കർണാടക മുഖ്യമന്ത്രിയുമായിരുന്ന HD കുമാരസ്വാമി മുതൽ ചന്ദ്രകാന്ത ഗോയലിന്റെ പുത്രൻ പീയൂഷ് ഗോയൽ വരെ. മക്കൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടുന്ന പ്രതിപക്ഷ പാർട്ടികളെ രൂക്ഷമായായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചിരുന്നത്. മക്കൾ രാഷ്ട്രീയം അഥവാ പരിവാർവാദ് ജനാധിപത്യത്തിന് ഭീഷണിയെന്നാണ് മോദിയുടെ വാദം. എന്നാൽ ഇനി മുതൽ പ്രതിപക്ഷത്തിനും മോദിക്കെതിരെ മക്കൾ രാഷ്ട്രീയത്തിൽ പ്രതിരോധ കോട്ട തീർക്കാം. മോദി സർക്കാരിന്റെ 71 അംഗ മന്ത്രിസഭയിൽ 15 പേർ മക്കൾ രാഷ്ട്രീയത്തിലൂടെ ഇടം പിടിച്ചവർ. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ മകനും കർണാടക മുഖ്യമന്ത്രിയുമായിരുന്ന HD കുമാരസ്വാമി, മുൻ കേന്ദ്രമന്ത്രി അജിത് സിംഗിന്റെ മകനായ ജയന്ത് ചൌധരി, മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന മാധവറാവു സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ, രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ, ബീഹാർ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂരി ഠാക്കൂറിന്റെ മകൻ രാംനാഥ് ഠാക്കൂർ, ഹരിയാന മുൻ മുഖ്യമന്ത്രി റാവു ബീരേന്ദ്ര സിംഗിന്റെ മകൻ ഇന്ദ്രജിത് സിംഗ്, വാജ്പേയി മന്ത്രിസഭാംഗമായിരുന്ന വേദ് പ്രകാശ് ഗോയലിന്റെ മകൻ പീയൂഷ് ഗോയൽ, K. ഏരൻ നായിഡുവിന്റെ മകൻ രാംമോഹൻ നായിഡു, ദേവേന്ദ്ര പ്രധാന്റെ മകൻ ധർമ്മേന്ദ്ര പ്രധാൻ, അപ്നാദൾ മുൻ അധ്യക്ഷ കൃഷ്ണ പട്ടേലിന്റെ മകൾ അനുപ്രിയ പട്ടേൽ, UPയിലെ പൊതുയോഗത്തിൽ പ്രസംഗിക്കവേ വെടിയേറ്റു മരിച്ച ഓം പ്രകാശ് പാസ്വാന്റെ മകൻ കമലേഷ് പാസ്വാൻ, റിഞ്ചിൻ ഖാറുവിന്റെ മകൻ കിരൺ റിജിജു. അങ്ങനെ നീളുന്നു മക്കൾ രാഷ്ട്രീയത്തിലൂടെ മോദി മന്ത്രിസഭയിൽ ഇടം പിടിച്ചവർ. തെലങ്കാനയിലടക്കമുള്ള പ്രചാരണ റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ കടന്നാക്രമിച്ചത് മക്കൾ രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടിയാണ്. ഇനി മുതൽ മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ച് തുടർ വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഒരുങ്ങുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. 24 ഡൽഹി. JP നദ്ദ കേന്ദ്രമന്ത്രിയായതോടെ BJPയുടെ അടുത്ത ദേശീയ അധ്യക്ഷൻ ആരാകുമെന്ന ചർച്ചയും സജീവമാകുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി പരിഗണിച്ചാകും പുതിയ അധ്യക്ഷനെ നിശ്ചയിക്കുക. BJP അധ്യക്ഷ സ്ഥാനത്ത് JP നദ്ദയുടെ കാലാവധി 2023 ജനുവരിയിൽ അവസാനിച്ചെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് 2024 ജൂൺ വരെ നീട്ടി നൽകുകയായിരുന്നു. പുതിയ സർക്കാരിൽ ആരോഗ്യമന്ത്രിയായ JP നദ്ദയ്ക്ക് സംഘടനാതലത്തിൽ പിൻഗാമിയായിരുന്ന ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ, CR പാട്ടീൽ, ഭൂപേന്ദർ യാദവ് തുടങ്ങിയ പേരുകളാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നുകേട്ടത്. എന്നാൽ ഈ 4 മുതിർന്ന നേതാക്കളും കേന്ദ്രമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള സാധ്യതകൾ മങ്ങി. ലോക്സഭ മുൻ സ്പീക്കറും മോദി, അമിത്ഷാ എന്നിവരുടെയും RSSന്റെയും വിശ്വസ്തനായ ഓം ബിർള, രാജസ്ഥാനിൽ നിന്നുള്ള മുതിർന്ന നേതാവും RSS മുൻ പ്രചാരകനുമായ ഓം മാത്തൂർ, BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ, BJP ദേശീയ ജനറൽ സെക്രട്ടറിയും ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിൽ പാർട്ടിയുടെ മുന്നേറ്റത്തിന്റെ മുഖ്യ സൂത്രധാരനുമായ സുനിൽ ബൻസൽ, BJP സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയും പാർട്ടിക്കുള്ളിലെ പ്രധാന ശക്തികേന്ദ്രവുമായ BL സന്തോഷ് എന്നീ പേരുകളാണ് ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ളത്. പ്രധാനമന്ത്രിയുടെ വിശ്വസ്തനായിട്ടും ഇത്തവണ മന്ത്രിസഭയിൽ ഇല്ലാത്ത മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറിന്റെ പേരും
ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കും. 24 ഡൽഹി. 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിലുള്ള ധനാഭ്യർത്ഥന ചർച്ചകൾക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമാകും. അജണ്ടകൾക്ക് പുറത്തുള്ള രാഷ്ട്രീയ വിവാദങ്ങളും സഭാതലത്തെ ചൂടുപിടിപ്പിക്കും. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പ്രതിപക്ഷം ഇന്ന് ശൂന്യവേളയിൽ സർക്കാരിനെതിരായ ആയുധമാക്കും. തദ്ദേശ വാർഡ് വിഭജന ബില്ല് ചർച്ച കൂടാതെ പാസാക്കിയ സർക്കാർ നടപടിയും പ്രതിപക്ഷം സഭാതലത്തിൽ ഉയർത്തും. വിഷയത്തിൽ റൂളിംഗ് ആവശ്യപ്പെട്ട് ഇന്നലെ തന്നെ പ്രതിപക്ഷം സ്പീക്കറെ സമീപിച്ചിട്ടുണ്ട്. ബാർക്കോഴ വിവാദത്തിന്റെ തുടർ പ്രതികരണങ്ങളും സഭയിലുണ്ടാകും. നിയമസഭയ്ക്കകത്തും പുറത്തും വിഷയം ഒരുപോലെ സജീവമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇന്ന് നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണവും എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെ രാജിയുമാണ് മുഖ്യ ആവശ്യം. രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിലെത്തും. വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്താനാണ് സന്ദർശനം. രാഹുൽ വയനാട് ഒഴിഞ്ഞാൽ പകരം ആര് എന്ന കാര്യത്തിൽ ആകാംക്ഷ തുടരുന്നു. ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇക്കുറി മാറ്റമുണ്ടായതോടെ റായ്ബറേലിയിൽ രാഹുൽ തുടരണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. ഈ സാഹചര്യത്തിൽ തന്റെ വീടാണ് വയനാടെന്ന് എപ്പോഴും പറയാറുള്ള രാഹുൽ ഗാന്ധി മണ്ഡലത്തെ കൈവിടുമെന്ന് ഉറപ്പായി. ഇക്കാര്യം നാളെ മണ്ഡലത്തിലെത്തുന്ന രാഹുൽ പ്രഖ്യാപിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ലോക്സഭാ സ്പീക്കർക്ക് ശനിയാഴ്ചയാണ് ഏത് മണ്ഡലം നിലനിർത്തുമെന്ന കാര്യത്തിൽ കത്തു നൽകുക. വയനാട് മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ നേരിൽ കണ്ട് ഇവിടെ തുടരാൻ അഭ്യർത്ഥിച്ചിരുന്നു. മറിച്ചൊരു തീരുമാനമെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ പരിഗണിക്കണമെന്നാണ് നേതൃത്വത്തിന്റെ താല്പര്യം. പ്രിയങ്ക വന്നാൽ VIP മണ്ഡലമായി വയനാട് തുടർന്നേക്കും. പ്രിയങ്കയില്ലെങ്കിൽ പകരം കെ മുരളീധരന്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. തൃശൂരിൽ 3ലേക്ക് കൂപ്പുകുത്തിയ മുരളീധരൻ നീരസം പ്രകടിപ്പിച്ച് മാറി നിൽക്കുകയാണ്. അനുനയ നീക്കമെന്ന സാധ്യതയിൽ മുസ്ലിം ലീഗിനും സമ്മതനായ മുരളി വന്നാൽ വയനാട് കൂടെ നിർത്താനാകുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്ന 2009 തെരഞ്ഞെടുപ്പിൽ DIC സ്ഥാനാർത്ഥിയായിരുന്ന മുരളീധരൻ 99,663 വോട്ടുകൾ പിടിച്ചിരുന്നു. മണ്ഡലമൊഴിയുന്ന കാര്യത്തിൽ UDFനെ പോലെ രാഹുലിന്റെ തീരുമാനത്തെ കാത്തിരിക്കുകയാണ് LDFും BJPയും. 24 വയനാട്. കെ മുരളീധരൻ അഭിവാദ്യം അർപ്പിച്ച് കൊല്ലം ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ. പാർട്ടിയെ നയിക്കാൻ കെ മുരളീധരൻ വരണമെന്നാണ് ഫ്ലെക്സ് ബോർഡുകളിൽ ആവശ്യം. തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനുണ്ടായ തോൽവി കോൺഗ്രസിൽ വലിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് കെ മുരളീധരൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കൊല്ലം ജില്ലയിൽ കെ മുരളീധരനെ പിന്തുണച്ച് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. കൊല്ലത്തെ കോൺഗ്രസുകാർ എന്ന പേരിൽ ചിന്നക്കടയിൽ ഉയർന്ന ഫ്ലെക്സിൽ ധീരനായ പോരാളിക്ക് അഭിവാദ്യങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. കോൺഗ്രസിനെ നയിക്കാൻ കെ മുരളീധരൻ എത്തണമെന്നാവശ്യപ്പെട്ടും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട്. ഓച്ചിറയിലും കരുനാഗപ്പള്ളിയിലും ചവറയിലും കടക്കിലുമാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. പ്രവർത്തകരുടെ പരസ്യ പ്രതികരണങ്ങളിൽ തൽക്കാലം മൗനം പാലിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. 24 കൊല്ലം. തൃശൂർ DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ മർദ്ദിച്ചെന്ന് പരാതിപ്പെട്ട കോൺഗ്രസ് ജില്ലാ ഭാരവാഹി സജീവൻ കുര്യച്ചിറയുടെ വീട് ആക്രമിച്ച കേസിൽ അന്വേഷണം ഊർജിതം. ഒല്ലൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ഇന്നലെ രാത്രി 9 മണിയോടെ വീട്ടിലെത്തിയ അക്രമി സംഘം ജനൽ ചില്ലുകളും ചെടിച്ചട്ടിയും അടിച്ചു തകർത്തു. സജീവൻ അയ്യന്തോളിലെ വാടക വീട്ടിൽ താമസമാക്കിയതോടെ അമ്മയും സഹോദരിയും മാത്രമാണ് വീട്ടിലുള്ളത്. ഉച്ചയ്ക്ക് വീട്ടിൽ ബൈക്കിലെത്തിയ സംഘം സജീവന്റെ വീടാണിതെന്ന് ഉറപ്പിച്ച് രാത്രി ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് ആരോപണം. സംഭവത്തിന് പിന്നിൽ ജോസ് വള്ളൂരാണെന്ന് സജീവൻ കുര്യച്ചിറ ആരോപിച്ചു. സജീവനെ മർദ്ദിച്ചെന്ന പരാതിയെ തുടർന്ന് DCC ഓഫീസിൽ കൂട്ടത്തല്ലുണ്ടായി. ഇന്നലെയാണ് ജോസ് വള്ളൂർ DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. ഇവിടെ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾക്ക് പേടി. ഞാനൊരു മരുമോള് മാത്രമേ ഉള്ളൂ ഇവിടെ. പേടി അപ്പോൾ വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടിയിരിക്കുന്നത്. വന്നത് ആരെന്ന് കണ്ടില്ല. വന്ന് പോയത് ഉച്ചക്കിന് 9 മണി ആവാറായപ്പോഴാണ് ഞങ്ങൾ സൗണ്ട് കേട്ടത്. അപ്പോഴാണ് നോക്കിയപ്പോൾ അത് കണ്ടത്. ഉച്ചയ്ക്ക് വന്ന സജീവ് ഉണ്ടോയെന്ന് ചോദിച്ചു വന്ന് പോയി. ഞങ്ങൾ പേടിച്ച്, ഞാനും മരുമോളും ഒരു കൊച്ചുള്ളൂ. അപ്പോൾ ഞങ്ങൾ പേടിച്ചു. കേട്ടിട്ട് നോക്കിയപ്പോൾ എന്താവുമെന്ന് ചോദിച്ചു. രാജ്യസഭാ സീറ്റിനെ ചൊല്ലി CPIയിൽ ഭിന്നാഭിപ്രായം. മുതിർന്ന നേതാക്കൾ നിർദ്ദേശിച്ച പ്രകാശ് ബാബുവിന്റെ പേര് മറികടന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം PP സുനീറിന്റെ പേര് പരിഗണിച്ചതാണ് വിവാദത്തിന് കാരണം. മുല്ലക്കര രത്നാകരനാണ് പ്രകാശ് ബാബുവിന്റെ പേര് നിർദ്ദേശിച്ചത്. അസിസ്റ്റന്റ് സെക്രട്ടറി E ചന്ദ്രശേഖരൻ, N രാജൻ എന്നിവർ അഭിപ്രായത്തെ പിന്താങ്ങി.
പ്രകാശ് ബാബുവാണ് അനുയോജ്യനായ സ്ഥാനാർത്ഥിയെന്ന് GR അനിലും അഭിപ്രായപ്പെട്ടു. പാർട്ടിയിലെ ന്യൂനപക്ഷ നേതാവെന്ന പരിഗണന സുനീറിന് നൽകണമെന്നാണ് ബിനോയ് വിശ്വം യോഗത്തിൽ പറഞ്ഞത്. ചർച്ചയിലാകെ പ്രകാശ് ബാബു മൗനം പാലിച്ചു. ഗസയിൽ വെടിനിർത്തൽ വേണമെന്ന അമേരിക്കൻ പ്രമേയം UN രക്ഷാസമിതി പാസാക്കി. ഉപാധികളില്ലാതെ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന US പ്രമേയം ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു. വോട്ടെടുപ്പിൽ നിന്ന് റഷ്യ വിട്ടുനിന്നു. പ്രമേയത്തെ ഹമാസ് സ്വാഗതം ചെയ്തു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നുണ്ട്. മധു, ഗുഡ് മോർണിംഗ്. ഏറ്റവും ശുഭകരമായ ഒരു വാർത്തയായി നമുക്കിതിനെ കാണാമെന്ന് തോന്നുന്നു. പൂർണ്ണമായ സൈനിക പിന്മാറ്റം ഉൾപ്പെടെയാണ് ഈ പ്രമേയത്തിൽ പറഞ്ഞിട്ടുള്ളതല്ലേ? ഗുഡ് മോർണിംഗ് സ്മിത പറഞ്ഞ പോലെ ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. എത്രയോ പ്രാവശ്യം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ എന്നെങ്കിലും ഈ യുദ്ധം അവസാനിക്കുമെന്നുള്ളൊരു വാർത്ത വരാനായി കാത്തിരിക്കുകയായിരുന്നു. അമേരിക്ക ഐക്യരാഷ്ട്രസഭയിൽ ഇന്ന് അവതരിപ്പിച്ച പ്രമേയം എല്ലാ രാജ്യങ്ങളും അനുകൂലിച്ചെന്നുള്ളതാണ് ഇതിലേറെ സന്തോഷം നൽകുന്നത്. റഷ്യ മാത്രം വിട്ടുനിന്നു. ഒരുപക്ഷെ അമേരിക്കയുമായിട്ടുള്ള അവരുടെ ഈ നയപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശത്തെ ഇസ്രയേൽ നേരത്തെ മനസ്സില്ലാ മനസ്സോടൊക്കെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഹമാസും ഇസ്രയേലും ഈ നിർദ്ദേശങ്ങൾ കാലതാമസം ഇല്ലാതെ, പ്രത്യേകിച്ച് ഒരു നിബന്ധനകളും ഒന്നുമില്ലാതെ, ബലപേശകലൊന്നുമില്ലാതെ അംഗീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേലിലുണ്ട്. വെടിനിർത്തലിനായിട്ടുള്ള ഈ പ്രമേയത്തിന്റെ പിന്നിൽ ലോകരാജ്യങ്ങൾ അണിനിരക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ബ്ലിങ്കൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇരുവരും ഈ പ്രമേയം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്യും. ഈ വെടിനിർത്തൽ നിർദ്ദേശത്തെ ഹമാസ് സ്വാഗതം ചെയ്തു. ഹമാസ് ഔദ്യോഗികമായി ഇതിനെ സ്വാഗതം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ മധ്യസ്ഥരുമായി സഹകരിക്കുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ പാസ്സായ പ്രമേയത്തെ ഈ ഹമാസ് ഉറപ്പായിട്ടും അംഗീകരിക്കുമെന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നതും. ആന്റണി ബ്ലിങ്കൻ തന്നെ ഇതിനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. സ്മിത. ശരി മധു, ഏതായാലും ഒക്ടോബർ 7 മുതൽ തുടങ്ങിയ എത്ര സങ്കടപ്പെടുത്തുന്ന ദുഃഖകരമായ വാർത്തകളാണ് വന്നുകൊണ്ടേയിരുന്നത്. ഇന്നിപ്പോൾ വരുന്ന ഈ വാർത്ത ശരിക്കും ആശ്വാസമാകുന്നു. അത് ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ആ പ്രതീക്ഷയുണ്ടാകുന്നു. ഗസയിൽ വെടിനിർത്തൽ വേണമെന്ന അമേരിക്കൻ പ്രമേയം UN രക്ഷാസമിതി പാസാക്കിയിരിക്കുന്നു. ഉപാധികളില്ലാതെ വെടിനിർത്തൽ നടപ്പാക്കണം എന്ന പ്രമേയമാണ് US ലോകരാജ്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചിട്ടുള്ളത്. റഷ്യ മാത്രമാണ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത്. ഹമാസ് പ്രമേയത്തെ സ്വാഗതം ചെയ്തു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നാണ് മധു കൊട്ടാരക്കര ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ ഉൾപ്പെട്ട പെൺകുട്ടിയെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതി പറവൂർ പോലീസ് കഴക്കൂട്ടം പോലീസിന് കൈമാറി. തിരുവനന്തപുരത്തെ ജോലി സ്ഥലത്തു നിന്ന് യുവതിയെ കാണാതായി എന്നാണ് പരാതി. യുവതി യൂട്യൂബിൽ പങ്കുവച്ച 2 വീഡിയോകൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് യുവതിക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കും. സ്ത്രീധനം ചോദിച്ച് തന്നെ ആരും മർദ്ദിച്ചിട്ടില്ല എന്നാണ് പെൺകുട്ടിയുടെ പുതിയ വെളിപ്പെടുത്തൽ. യുവതിയെ കണ്ടെത്തിയാൽ സംഭവത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ കുറ്റപത്രം അടുത്തയാഴ്ച സമർപ്പിക്കും. കേസിൽ 5 പ്രതികളാണുള്ളത്. 3000-ഓളം പേജുള്ള വിശദമായ കുറ്റപത്രമാണ് ഫറൂഖ് ACPയുടെ നേതൃത്വത്തിൽ സമർപ്പിക്കുക. കേസിൽ പെൺകുട്ടി മൊഴി മാറ്റിയിരുന്നു. സമീർ C. മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. സമീർ, ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു ഈ കേസിൽ. കേരളം മുഴുവനും ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഗാർഹിക പീഡനം എന്നുള്ളത് തന്നെ. ഇനി ഇത് നിർത്തലാക്കണം എന്നുള്ള രീതിയിൽ പല ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ പെൺകുട്ടി മൊഴി മാറ്റിയതോടെ ഇതിന് മറ്റൊരു സ്വഭാവം കൈവന്നിരിക്കുന്നു. ഇപ്പോൾ പെൺകുട്ടിയെ കാണുന്നില്ല എന്നുള്ള പിതാവിൻ്റെ പരാതിയും വന്നിരിക്കുന്നു. ഏറ്റവും പുതുതായി നമുക്കിതിൽ ലഭിക്കുന്ന വിവരം എന്താണ് സമീർ? സ്മിത, സമീപകാലത്ത് കേരളം ഏറെ ചർച്ച ചെയ്ത ഗാർഹിക പീഡന കേസാണ് പന്തീരാങ്കാവിലേത്. അതിലാണ് ഇപ്പോൾ ഒരു വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായിരിക്കുന്നത്. പെൺകുട്ടി തന്നെ മൊഴി മാറ്റിക്കുന്ന രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 2 വീഡിയോകളാണ് പെൺകുട്ടി പുറത്തിറക്കിയിരിക്കുന്നത്. ഭർത്താവായിട്ടുള്ള രാഹുൽ P. ഗോപാൽ തന്നെ മർദ്ദിച്ചിട്ടില്ല, അവരുടെ ബന്ധുക്കളും മർദ്ദിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ആദ്യം പുറത്തിറക്കിയത്. അതിന് തൊട്ടു പിറകെ വന്ന വീഡിയോയിൽ പറയുന്നത് താൻ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയോ ഭീഷണിക്ക് വഴങ്ങിയോ അല്ല ഈ ദൃശ്യങ്ങൾ പുറത്തിറക്കുന്നത് എന്ന കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു രണ്ടാമത്തെ വീഡിയോ. ഇങ്ങനെ 18 മിനിറ്റും അതുപോലെ 4 മിനിറ്റും ദൈർഘ്യമുള്ള 2 വീഡിയോകളാണ് പുറത്തിറക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസ് സെറ്റിൽ ചെയ്യാനുള്ള നടപടികളുമായി പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടാകുന്നു. പക്ഷേ അതേസമയം തന്നെ പെൺകുട്ടിയുടെ പിതാവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം,
ഇത്തരത്തിലുള്ള ഒരു നടപടിയും തങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. പെൺകുട്ടി അവളുടേതായ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വീട്ടിൽ നിന്ന് പോയിട്ട് ഏറെ നാളായി. ഇപ്പോൾ തങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഏതെങ്കിലും വിധത്തിലുള്ള ഭീഷണിയുടെ ഭാഗമായിക്കൊണ്ടായിരിക്കാം പെൺകുട്ടി ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. കേസ് ഒതുക്കി തീർക്കാൻ തങ്ങൾ ഒരുക്കമല്ല എന്നുള്ള പ്രതികരണവുമായി പിതാവ് രംഗത്ത് വരികയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന വേളയിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നു. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അടുത്ത ആഴ്ച തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ പെൺകുട്ടി പുറത്തുവിട്ട 2 വീഡിയോകൾ അത് മജിസ്ട്രേറ്റിന് മുമ്പാകെയോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെയോ അല്ല, നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയോ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ഈ 5 പേരെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് അതിന്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ മജിസ്ട്രേറ്റ് മുമ്പാകെ പെൺകുട്ടി രഹസ്യമൊഴി നൽകുകയും ചെയ്തിരുന്നു. പോലീസ് നൽകിയ അതേ മൊഴി തന്നെയാണ് ആ മൊഴി തന്നെയായിരിക്കും ഈ മജിസ്ട്രേറ്റ് മുമ്പാകെ നൽകിയിട്ടുണ്ടാകുക എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികളുമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ മുന്നോട്ട് പോകുന്നത്. വിശദമായിട്ടുള്ള മൊഴി, അതുപോലെ തന്നെ വിവിധമായിട്ടുള്ള രേഖകൾ, ഫോറൻസിക് രേഖകൾ, മെഡിക്കൽ റിപ്പോർട്ട്, ഒപ്പം തന്നെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ലഭ്യമായിട്ടുള്ള രേഖകൾ, ഇതെല്ലാം ചേർത്തുകൊണ്ട് വിശദമായിട്ടുള്ള 3000-ഓളം പേജ് വരുന്ന കുറ്റപത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകാനിരിക്കുന്നത്. അതിന് തൊട്ട് മുന്നോടിയായിക്കൊണ്ടാണ് പെൺകുട്ടിയുടെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. എന്നാൽ ഇങ്ങനെ ഈ കേസ് ഒരു വിധത്തിലും പെട്ടെന്ന് അത് സെറ്റിൽ ചെയ്യാൻ കഴിയില്ല, തീർപ്പാക്കാൻ കഴിയില്ല. അത് വിചാരണ നേരിട്ടതിന് ശേഷം മാത്രമേ ഈ കേസ് ഒതുക്കാൻ, അല്ലെങ്കിൽ ഈ കേസിൽ 2 പേർക്കും അല്ലെങ്കിൽ 2 കുടുംബങ്ങൾക്കും കേസിൽ കുറ്റപത്രം അടുത്ത ആഴ്ചയാണ് സമർപ്പിക്കുക. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസ് കുന്നമംഗലം കോടതി ഇന്ന് പരിഗണിക്കും. ഏറ്റവും ഒടുവിൽ കേസ് പരിഗണിച്ച ദിവസം മുഴുവൻ പ്രതികളും ഹാജരായിരുന്നില്ല. ഇന്ന് പ്രതികളോട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതികൾ ഹാജരായാൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. പ്രതികൾ ജാമ്യാപേക്ഷയും ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. 2 ഡോക്ടർമാരും 2 നഴ്സസുമാണ് കേസിലെ പ്രതികൾ. 2017 നവംബർ 30 നടന്ന ശസ്ത്രക്രിയയ്ക്കിടെ ഹർഷിന എന്ന യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങുകയായിരുന്നു. ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ഈ മാസം 15 വരെയാണ് സമ്മേളനം. ഉദ്ഘാടകനാകാനില്ലെന്ന് ഗവർണറും സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോക കേരള സഭയുടെ കഴിഞ്ഞ സമ്മേളനങ്ങളെല്ലാം പരാജയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിന്റെ നിസ്സഹകരണം. കഴിഞ്ഞ ലോക കേരള സഭാ സമ്മേളനങ്ങളിൽ ക്ഷണിച്ചില്ലെന്നതും സർക്കാരിന്റെ നടപടികളും ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ഉദ്ഘാടകനാകാൻ വിസമ്മതിച്ചത്. 100-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ ലോക കേരള സഭയിൽ പങ്കെടുക്കും. MLA-മാർ, MP-മാർ, ഇന്ത്യൻ പൗരത്വമുള്ള പ്രവാസി കേരളീയർ, ഇന്ത്യക്ക് പുറത്തുനിന്നുള്ളവർ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ, തിരികെ എത്തിയ പ്രവാസികൾ, തങ്ങളുടെ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രവാസികൾ എന്നിവർ ലോക കേരള സഭയിൽ പങ്കെടുക്കും. ഗവർണർ വിസമ്മതം അറിയിച്ചതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാകും ലോക കേരള സഭാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. സൈനികരുടെ പേരിൽ സമൂഹമാധ്യമങ്ങൾ വഴി വ്യാപകമായ തട്ടിപ്പ്. ഓൺലൈൻ സൈറ്റുകൾ വഴി പരസ്യം ചെയ്താണ് തട്ടിപ്പ് നടത്തുന്നത്. വീട്ടുപകരണങ്ങൾ വാങ്ങാൻ പണം നൽകിയ പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിനിയായ അധ്യാപിക തട്ടിപ്പിനിരയായി. സൈനികനെന്ന് സ്വയം പരിചയപ്പെടുത്തി ID കാർഡ് അടക്കം കാണിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. OLX വഴി സാധനങ്ങൾ വിൽക്കാനുണ്ടെന്ന് കാണിച്ചുള്ള തട്ടിപ്പ് വ്യാപകമാവുകയാണിപ്പോൾ. അധികവും രാജ്യം കാക്കുന്ന നമ്മുടെ പട്ടാളക്കാരുടെ പേരിലാണ് ആ തട്ടിപ്പ് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. മണ്ണാർക്കാട് സ്വദേശിനിയായിട്ടുള്ള അധ്യാപികയ്ക്ക് അത്തരത്തിലുള്ള ഒരു തട്ടിപ്പിനെ അവർ ഇരയാകേണ്ടി വന്നിരിക്കുകയാണ്. അവർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നമ്മളതിൽ നമുക്ക് ഓഫർ ചെയ്തിരുന്നത്? എന്താണ്? OLX സാധനങ്ങൾ അയാൾ സെൻട്രൽ ആർമിയിലത്തെ ആളാണെന്ന് പറഞ്ഞിട്ട് അയാൾ ഡ്യൂട്ടി ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ സാധനങ്ങൾ ഹൗസ് ഹോൾഡ് തിങ്സ് അർജൻറ്റ് സെയിലാണ്. അപ്പോൾ ഓരോ സാധനങ്ങളും പ്രൈസ് ടാഗ് ചെയ്തിട്ട് വാട്സപ്പ് നമ്പറും ഇട്ടിട്ട് അയാൾ OLX പ്ലേസ് ചെയ്തിരുന്നു. നമുക്ക് വിശ്വാസമുള്ളതല്ലേ ഒരു സോൾജർ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ തന്നിരുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തു. അപ്പോൾ അയാൾ നമ്മൾ സെലക്ട് ചെയ്ത സാധനത്തിൻ്റെ 10% അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ അയാൾ വീർപാൾ കൗർ എന്ന് പറയുന്ന ആർമി ചീഫിൻ്റെ നമ്പർ, അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ നമുക്ക് അയച്ചു തന്നു. SBIയിൽ നിന്ന് നമ്മൾ പൈസ 1500 അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. പിന്നീട് വീണ്ടും അവിടുത്തെ ക്യാൻറ്റീൻ്റെ കമാൻഡർ ചീഫാണെന്നൊക്കെ പറഞ്ഞിട്ട് ശാന്തകുമാർ എന്ന് പറഞ്ഞിട്ട് വേറൊരു കമാൻഡറാണ് എന്ന് പറഞ്ഞിട്ട് ആർമി കമാൻഡറാണെന്ന് പറഞ്ഞിട്ട് അയാൾ വിളിക്കുന്നു. അയാൾ പറയുന്നു സബി ചീസോം ഗേറ്റ് കെ അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ GST ആയിട്ട് അഗെയിൻ യു ഹാവ് ടു പേ 7500. രാവിലെ 10% എന്ന് പറയുക, പിന്നെ വീണ്ടും പറയുക. അപ്പോൾ ഞാൻ വീണ്ടും ആ സോൾജർ എന്ന് പറഞ്ഞ ആ ചങ്ങാതിയെ വീണ്ടും ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അയാൾ പറയുന്നത് എന്താ വെച്ചാൽ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അക്കൗണ്ടിലേക്ക് കടമെടുക്കൂ,
എന്നിട്ട് മാഡം ഇതിലേക്ക് അയച്ചു തരൂ, ഞങ്ങൾ അപ്പം തന്നെ വേണമെങ്കിൽ തിരിച്ചയച്ചു തരാം. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ സാറ് തന്നെ എനിക്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് തരൂ, ഞാൻ അപ്പം തന്നെ വിത്തിൻ 5 മിനിറ്റ്സ് അങ്ങോട്ട് വാപ്പസ് നിങ്ങൾ എടുത്തോളൂ. ഈ സൈനികരുടെ പേര് പറഞ്ഞിട്ടാണ് എല്ലാം സൈനികരുടെയും ID പ്രൂഫ് എനിക്ക് അയക്കുന്നു, ആർമി കമാൻഡൻ്റാന്ന് പറയുന്നു, പിന്നെ ആർമി ചീഫിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് അയക്കുന്നു. അങ്ങനെ എല്ലാം ഇന്ത്യൻ ആർമിയുടെ എല്ലാം വെച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ വിഷയത്തിൽ പരാതി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇപ്പം ഞാൻ സൈബർ സെല്ലിനെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു സൈബർ സെല്ലിൽ എൻ്റെ കാര്യങ്ങൾ അതൊക്കെ അവരൊന്ന് ചോദിച്ചെടുത്തിട്ടുണ്ട്. ഈ അധ്യാപിക ഇപ്പോൾ ഈ വാർത്തയുമായി പുറത്തു വരാൻ കാരണം ഇതിനി കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിൽ അവർ വഞ്ചിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും സൈബർ സെല്ലിൻ്റെ അടക്കം അന്വേഷണം ഈ വിഷയത്തിൽ നടക്കട്ടെ, ഇത്തരത്തിലുള്ള കൂടുതൽ ഇരകൾ ഉണ്ടാകാതിരിക്കട്ടെ. ശ്യാം ബാലുവിനൊപ്പം മണ്ണാർക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഇടുക്കി ഉടുമ്പൻചോല മാൻകുത്തിമേട്ടിൽ സർക്കാർ ഭൂമി കയ്യേറി കാരവൻ പാർക്ക് നിർമ്മാണം. കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഉത്തരവുണ്ടായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. സർക്കാരിന്റെ കാരവൻ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പാർക്ക് സ്ഥാപിക്കാൻ 2022 മാൻകുത്തിമെട്ടിൽ കറുകച്ചാൽ സ്വദേശി 3 ഏക്കർ കൃഷിഭൂമി വാങ്ങിയത്. ഭൂപതിവ് ചട്ടപ്രകാരം പതിച്ചു നൽകിയതാണ് സ്ഥലം. ഭൂമിയിൽ വാണിജ്യാവശ്യങ്ങൾക്കുള്ള നിർമ്മാണങ്ങൾ നടത്താൻ പാടില്ലാത്തതിനാൽ കഴിഞ്ഞ വർഷം ചതുരംഗപ്പാറ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകി. ഉടമ ഹൈക്കോടതിയെ സമീപിച്ചതോടെ പരിശോധിച്ച് നടപടിയെടുക്കാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. എന്നാൽ കോടതി വിധി അവഗണിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങിയതോടെ ഡിസംബറിൽ വീണ്ടും സ്റ്റോപ്പ് മെമ്മോ നൽകി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 40 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയാണ് നിർമ്മാണമെന്ന് കണ്ടെത്തിയത്. പാർക്കിംഗ് സൗകര്യവും 2 ടെന്റുകളും ക്യാരവനും സർക്കാർ ഭൂമിയിലാണുള്ളത്. ചട്ടം ലംഘിച്ചുള്ള നിർമ്മാണങ്ങൾ നീക്കാനും കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കാനും കഴിഞ്ഞ മാസം സർക്കാർ ഉത്തരവിട്ടിരുന്നു. കയ്യേറ്റം ഒഴിയണമെന്ന് നോട്ടീസ് നൽകി ആഴ്ചകൾ പിന്നിട്ടിട്ടും നടപടിയൊന്നുമായില്ല. റവന്യൂ സർവേയിൽ തെറ്റുണ്ടെന്നും ഭൂമി വീണ്ടും അളക്കണമെന്നും ചൂണ്ടിക്കാട്ടി സ്ഥലമുടമ ഉടുമ്പൻചോല തഹസിൽദാർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്നാൽ അടുത്ത ദിവസം തന്നെ കയ്യേറ്റം ഒഴിപ്പിക്കാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. 24 ഇടുക്കി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. മറാത്തവാടയ്ക്ക് മുകളിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനത്തെ തുടർന്നാണ് ശക്തമായ മഴ ലഭിക്കുക. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പലയിടങ്ങളിലായി ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ചിട്ടുള്ള മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണം ഇന്നുണ്ടാകും. 85 സൈറണുകളാണ് പരീക്ഷിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകാനാണ് കവചം എന്ന പേരിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സൈറണുകൾ സ്ഥാപിച്ച് പ്രവർത്തന സജ്ജമാക്കുന്നത്. ഇതിനു പുറമെ ഫ്ലാഷ് ലൈറ്റുകളും സ്ഥാപിക്കുന്നുണ്ട്. മൊബൈൽ ടവറുകളിലും സർക്കാർ കെട്ടിടങ്ങളിലുമൊക്കെ സൈറണുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സംസ്ഥാന കൺട്രോൾ റൂമുകൾക്ക് പുറമെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും ഇതിലൂടെ അപായ മുന്നറിയിപ്പുകൾ നൽകാൻ സാധിക്കും. ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ട പട്ടിക പ്രകാരം 19 സൈറണുകളുടെ പരീക്ഷണം ഇന്ന് രാവിലെ 11 മണി മുതൽ 2:50 വരെയുള്ള സമയങ്ങളിലും ബാക്കി 66 സൈറണുകളുടെ പരീക്ഷണം വൈകിട്ട് 4 മണിക്ക് ശേഷവുമാകും നടക്കുക. കോഴിക്കോട് വളയം ആയോട് മലയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറ്റിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ജഡം ഇന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും. ഏകദേശം 10 ദിവസത്തെ പഴക്കം ജഡത്തിനുണ്ട്. തൈവച്ച പറമ്പത്ത് കുമാരന്റെ പറമ്പിലെ കിണറ്റിലാണ് ജഡം കണ്ടെത്തിയത്. പ്രദേശത്ത് അസഹ്യമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ തെരച്ചിൽ നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് കിണറ്റിൽ പൂർണ്ണമായും അഴുകിയ നിലയിൽ ജഡം കണ്ടെത്തിയത്. കണവം വനത്തിൽ നിന്നിറങ്ങിയ ആന ആൾമറയില്ലാത്ത കിണറ്റിൽ വീണതാകാം എന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. കോട്ടയം ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന UDF ഭരണസമിതിയിൽ തമ്മിലടി. അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് വൈസ് പ്രസിഡന്റ് വിനോദ് വേരനാനി രാജിവെച്ചു. പഞ്ചായത്തിലെ കയ്യൂരിൽ പറമട ആരംഭിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് പൊട്ടിത്തെറിയിൽ കലാശിച്ചത്. ഉരുൾപൊട്ടൽ മേഖലയായ കയ്യൂർ മലയിൽ പാറമടയ്ക്കായി UDFിലെ ഒരു പഞ്ചായത്ത് മെമ്പർ തന്നെ ലൈസൻസിനായി അപേക്ഷിച്ചിരുന്നു. പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇത് വലിയ ബഹളത്തിൽ കലാശിക്കുകയും ചെയ്തു. ഇതോടെയാണ് UDFിനെ പ്രതിസന്ധിയിലാക്കി വൈസ് പ്രസിഡന്റ് തന്നെ രാജി പ്രഖ്യാപനം നടത്തിയത്. കോറി മാഫിയയുടെ സ്വാധീനത്തിൽ പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ UDF LDF ശ്രമം നടക്കുന്നുവെന്നാണ് വിനോദിന്റെ ആരോപണം. ഭരണങ്ങാനത്തെ പഞ്ചായത്തിലുള്ള UDF LDF വ്യത്യാസമില്ലാതെ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾക്ക് കോഴ നൽകിക്കൊണ്ട് UDFിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറായ ബീന ടോമിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരിക്കുന്ന കമ്പനിയുടെ പേരിൽ അനധികൃതമായ കോറി ലൈസൻസ് സമ്പാദിക്കാനുള്ള ശ്രമത്തിനെതിരെ ഉള്ള പ്രതികരണ നടപടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നത്. സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച് LDFിനെ പിന്തുണച്ചിരുന്ന വിനോദ് 2022 UDF അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തതും മറുകണ്ഠം ചാടിയതും. തുടർന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ചൂണ്ടശ്ശേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചു.
കഴിഞ്ഞ ജൂലൈയിൽ നടന്ന ബാങ്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മുതലാണ് UDFിലെ അസ്വാരസ്യങ്ങൾ ആരംഭിച്ചത്. തുടർന്നാണ് പാറമട വിഷയവും UDFിനെ പ്രതിസന്ധിയിലാക്കിയത്. 24 കോട്ടയം. ഇനി കായിക വാർത്തകളിലേക്ക്. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ പാകിസ്ഥാൻ ഇന്ന് ജീവൻ മരണ പോരാട്ടം. കാനഡയ്ക്കെതിരായ മത്സരത്തിൽ ജയിക്കാനായില്ലെങ്കിൽ പാകിസ്ഥാൻ സൂപ്പർ 8 കാണാതെ പുറത്താകും. രാത്രി 8 മണിക്ക് ന്യൂയോർക്കിലാണ് മത്സരം. വമ്പൻ അഴിച്ചുപണികളോടെയാണ് പാകിസ്ഥാൻ 2020 ലോകകപ്പിനെത്തിയത്. ബാബർ അസമിനെ നായകസ്ഥാനത്തേക്ക് തിരിച്ചുകൊണ്ടുവന്നു. 2011 ഇന്ത്യയ്ക്ക് ഏകദിന ലോകകപ്പ് സമ്മാനിച്ച ഗ്യാരി കേസനെ പരിശീലകനാക്കി. പാക് സൈന്യത്തിനൊപ്പമുള്ള കഠിന പരിശീലനം. പക്ഷേ കാര്യത്തോടടുത്തപ്പോൾ കംപ്ലീറ്റ് കോമഡിയായി. ആദ്യ മത്സരത്തിൽ അമേരിക്കയോട് ഞെട്ടിക്കുന്ന തോൽവി. രണ്ടാം മത്സരത്തിൽ ചിരവൈരികളായ ഇന്ത്യയെ 119 റൺസിന് എറിഞ്ഞിട്ടിട്ടും കളി കൈവിട്ടു. ഇന്ന് കാനഡയെ തോൽപ്പിക്കാനായില്ലെങ്കിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താകും പാകിസ്ഥാൻ. നായകൻ ബാബർ അസം ഉൾപ്പെടെയുള്ള ബാറ്റേഴ്സിന്റെ മോശം ഫോമാണ് പാകിസ്ഥാനെ ചതിക്കുന്നത്. 2020 ക്രിക്കറ്റിൽ ടെസ്റ്റ് കളിക്കുന്നു എന്നാണ് ബാബറിനും മുഹമ്മദ് റിസ്വാനുമെതിരെയുള്ള പരാതി. പിന്നെ വമ്പൻ അടിക്കാരെന്ന് പറഞ്ഞ് ടീമിലെടുത്ത അസം ഖാൻ അടക്കമുള്ളവർ നനഞ്ഞ പടക്കങ്ങളായി. ശേഷിക്കുന്ന 2 മത്സരങ്ങൾ ജയിച്ചാൽ പോലും പാകിസ്ഥാന് സൂപ്പർ 8 ഉറപ്പിക്കാനാവില്ല. അമേരിക്കയോ ഇന്ത്യയോ തോറ്റാലേ രക്ഷയുള്ളൂ. അതേസമയം അയർലൻഡിനെ അട്ടിമറിച്ച് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ജയം നേടിയതിന്റെ ആത്മവിശ്വാസവുമായാണ് കാനഡയുടെ വരവ്. പാകിസ്ഥാനെയും തോൽപ്പിക്കാം എന്ന പ്രതീക്ഷയിലാണ് പാക് വംശജനായ സാദ് ബിൻ സഫർ നയിക്കുന്ന കനേഡിയൻ ടീം. സ്പോർട്സ് ടീം 24. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ നിർണായക പോരാട്ടത്തിൽ ടീം ഇന്ത്യ ഇന്ന് ഖത്തറിനെ നേരിടും. 3ാം റൗണ്ടിലേക്ക് മുന്നേറാൻ ഇന്ത്യക്ക് ജയം അനിവാര്യം. രാത്രി 9:15 ദോഹയിലാണ് മത്സരം. ലോകകപ്പിൽ പന്ത് തട്ടുക എന്ന സ്വപ്നം നിലനിർത്താൻ പെരുംപോരിനിറങ്ങുന്നു ടീം ഇന്ത്യ. ഏഷ്യൻ ചാമ്പ്യന്മാരായ ഖത്തറിനെ അവരുടെ മണ്ണിൽ കീഴടക്കാനായാൽ ഒരേ സമയം ഏഷ്യാ കപ്പിനും ലോകകപ്പ് 3ാം റൗണ്ടിലേക്കും യോഗ്യത നേടാം. തോൽക്കുകയാണെങ്കിൽ ആ വലിയ സ്വപ്നം വീണുടയും. ഇനി മത്സരം സമനിലയിൽ പിരിയുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ കുവൈറ്റ് മത്സരം കൂടി സമനിലയിലാകണം. ഗ്രൂപ്പിൽ 12 പോയിന്റുമായി ഖത്തർ 3ാം റൗണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. 5 പോയിന്റുമായി നിലവിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. ആദ്യ 2 സ്ഥാനക്കാരാണ് 3ാം റൗണ്ടിലേക്ക് മുന്നേറുക. സുനിൽ ഛേത്രി യുഗത്തിന് ശേഷമുള്ള ആദ്യ പരീക്ഷണമാണ് ഇന്ത്യക്കിത്. ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സന്ധുവിനായിരിക്കും ക്യാപ്റ്റന്റെ ആംബാൻഡ്. നിർണായക മത്സരത്തിൽ പ്രതിരോധത്തിൽ സുഭാശിഷ് ബോസിന്റെയും ലാൽചും നുങ്കയുടെയും അസാന്നിധ്യം കോച്ച് ഇഗോർ സ്റ്റിമാക്കിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം അപരാജിത മുന്നേറ്റം തുടരുന്ന ഖത്തർ പുതുമുഖങ്ങളുമായാണ് ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയത്തിൽ ഇന്ത്യയെ നേരിടാനൊരുങ്ങുന്നത്. അഫ്ഗാനെതിരായ മത്സരത്തിൽ ആദ്യ 11-ൽ ഇടം പിടിച്ച മലയാളി താരം തഹസീൻ മുഹമ്മദ് ഇന്ത്യക്കെതിരെയും കളത്തിലിറങ്ങിയേക്കും. ഇരു ടീമുകളും ഇതുവരെ 4 തവണ ഏറ്റുമുട്ടിയപ്പോൾ 3ലും ജയം ഖത്തറിനായിരുന്നു. ഒരു മത്സരം സമനിലയിൽ കലാശിച്ചു. സ്പോർട്സ് ടീം 24. പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു.